മനുഷ്യജീവിതത്തെക്കുറിച്ച് നാം വെച്ചു പുലർത്തുന്ന ഒട്ടനവധി ധാരണകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടം വാർദ്ധക്യമാണെന്നതാണ്. ശരീരത്തിൻ്റെ ബലം കുറയുന്ന, രോഗങ്ങൾ വിരുന്നുകാരായി എത്തുന്ന, പ്രിയപ്പെട്ടവരുടെ വേർപാടും ഏകാന്തതയും വേട്ടയാടുന്ന വാർദ്ധക്യമാണ് ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ കാലമെന്നാണ് നാം വിശ്വസിച്ചിരുന്നത്. യുവത്വം ആഘോഷങ്ങളുടെയും മധ്യവയസ്സ് ഉത്തരവാദിത്തങ്ങളുടെയും കാലമാണെന്നും നാം കരുതിപ്പോരുന്നു. എന്നാൽ ഈ പരമ്പരാഗത ചിന്തകളെ പാടെ മാറ്റിമറിക്കുന്ന കണ്ടെത്തലുകളുമായാണ് ആധുനിക ശാസ്ത്രലോകം ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ദി കൺവെർസേഷൻ എന്ന പ്രശസ്ത ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ അടുത്തിടെ വന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഗ്നിപരീക്ഷകളെ നേരിടുന്നത് അവൻ്റെ 60കളിലോ 80കളിലോ അല്ല, മറിച്ച് 40കളിലാണ് എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 30കളുടെ അവസാന പകുതി മുതൽ 40കളുടെ അവസാനം വരെയുള്ള കാലയളവ്. എന്തുകൊണ്ടാണ് 40കൾ ഇത്രമേൽ സങ്കീർണമാകുന്നത്? ശാസ്ത്രവും സാമൂഹികവുമായ കാരണങ്ങൾ പരിശോധിക്കാം നമുക്ക്. ജീവിതത്തെ ഒരു പുഴയോട് ഉപമിച്ചാൽ അത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കലങ്ങിമറിഞ്ഞൊഴുകുന്ന ഘട്ടം 40കളിലാണ്. 20കളിൽ നാം ജീവിതം പടുത്തുയർത്താനുള്ള ശ്രമത്തിലായിരിക്കും. 30കളിൽ നാം ആ അടിത്തറ ഉറപ്പിക്കുന്നു. എന്നാൽ 40കളിലേക്ക് എത്തുമ്പോൾ കളി മാറുകയാണ്. കരിയറിലും കുടുംബജീവിതത്തിലും ഒരേ സമയം വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാൻഡ്വിച്ച് ജനറേഷനായി നാം മാറുന്നത് ഇക്കാലത്താണ്. തൊഴിൽ മേഖലയിൽ 20കളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഒരു തുടക്കക്കാരനല്ല, മറിച്ച് സീനിയർ പദവികളിലേക്കോ മാനേജീരിയൽ റോളുകളിലേക്കോ നിങ്ങൾ മാറിയിട്ടുണ്ടാകും. ഇത് കൂട്ടുത്തരവാദിത്തങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കുക, മേലധികാരികൾക്ക് മറുപടി നൽകുക, അതുപോലെ ഡെഡ് ലൈനുകൾ പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാനസികമായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതേസമയം തന്നെ കുടുംബജീവിതത്തിലും സമാനമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. വളരുന്ന കുട്ടികളുടെ പഠനകാര്യങ്ങൾ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, വീട് നിർമ്മാണം അല്ലെങ്കിൽ വായ്പാ തിരിച്ചടവുകൾ തുടങ്ങിയ സാമ്പത്തിക ബാധ്യതകൾ എന്നിവയെല്ലാം ഒത്തുചേരുന്നത് ഈ പതിറ്റാണ്ടിലാണ്. ഇതിനു പുറമെ പലരും തങ്ങളുടെ മാതാപിതാക്കളുടെ വാർദ്ധക്യകാല പരിചരണവും ഏറ്റെടുക്കേണ്ടി വരുന്നത് ഇക്കാലത്താണ്. കുട്ടികളുടെ കാര്യത്തിലും മാതാപിതാക്കളുടെ കാര്യത്തിലും ഒരേ സമയം നോക്കേണ്ടി വരുന്ന, ഇരുവശത്തു നിന്നും സമ്മർദ്ദം നേരിടുന്ന ഒരവസ്ഥ. 36 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള 10 വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളുടെ കാലമാണെന്നാണ് ഗവേഷകർ അടിവരയിടുന്നത്. മാനസികമായ സമ്മർദ്ദങ്ങൾക്കപ്പുറം ശരീരം നൽകുന്ന നിശബ്ദമായ മുന്നറിയിപ്പുകളാണ് 40കളെ കൂടുതൽ കടുപ്പമേറിയതാക്കുന്നത്. 20കളിലെ ചുറുചുറുക്കും ഊർജവും 40കളിൽ അതേപടി നിലനിർത്തുക അസാധ്യമാണ്. ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ അനാട്ടമി വിഭാഗം പ്രൊഫസറായ മൈക്കൽ സ്പിയർ ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം ശ്രദ്ധേയമാണ്. നമ്മുടെ ശരീരം 20കളിൽ അത്ഭുതകരമായ രീതിയിൽ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ളതാണ്. തുടർച്ചയായ രാത്രി ഷിഫ്റ്റുകൾ, ഉറക്കമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ എന്നിവയൊക്കെ ഒരു 20കാരൻ്റെ ശരീരത്തിന് വലിയ കുഴപ്പമില്ലാതെ അതിജീവിക്കാൻ സാധിക്കും. ഒരു ദിവസം നന്നായി ഉറങ്ങിയാൽ തീരാവുന്ന ക്ഷീണമേ അന്നുണ്ടാവുകയുള്ളൂ. എന്നാൽ 40കളിൽ കഥ മാറുകയാണ്. ശരീരം അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇത്. 20കളിൽ എടുത്ത അതേ ജോലിഭാരം 40കളിൽ എടുത്താൽ അത് ശരീരത്തെ തകർത്ത് കളയും. ആശുപത്രി വാസത്തിലേക്കോ വിട്ടുമാറാത്ത രോഗങ്ങളിലേക്കോ അത് നയിച്ചേക്കാം. കാരണം കോശങ്ങളുടെ പുനരുജ്ജീവന ശേഷി ഇക്കാലയളവിൽ കുറയുന്നു. 30കളിൽ നാം ഉണ്ടാക്കിയെടുത്ത ജീവിതശൈലിയും ചിട്ടകളും മാറ്റാൻ പ്രയാസമായിരിക്കും. എന്നാൽ ശരീരം മാറ്റം ആവശ്യപ്പെടുകയും ചെയ്യും. ഈ വൈരുദ്ധ്യമാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത്. 40കളിൽ പലരും പരാതിപ്പെടുന്ന ഒന്നാണ് ക്ഷീണം. എത്ര വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം. ഇതിന് പ്രധാന കാരണം ഉറക്കത്തിൻ്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റമാണ്. പലർക്കും ഉറങ്ങാൻ ആവശ്യത്തിന് സമയം ലഭിച്ചേക്കാം, പക്ഷേ ആ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഗണ്യമായി കുറയുന്നു. ശരീരത്തിനും തലച്ചോറിനും പൂർണ്ണമായ വിശ്രമം ലഭിക്കണമെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് അഥവാ ഗാഢനിദ്ര അനിവാര്യമാണ്. ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നതും പേശികളെയും കോശങ്ങളെയും റിപ്പയർ ചെയ്യുന്നതും ഈ സമയത്താണ്. എന്നാൽ 40കളിൽ എത്തുമ്പോൾ ഗാഢനിദ്രയുടെ ദൈർഘ്യം കുറയുകയും ഇടയ്ക്കിടെ ഉണരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഫലമോ 8 മണിക്കൂർ കിടന്നാലും ഉണരുമ്പോൾ ഉന്മേഷം തോന്നില്ല. ഇത് പകൽ സമയത്തെ പ്രവർത്തനങ്ങളെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 40കൾ ഹോർമോൺ മാറ്റങ്ങളുടെ വലിയൊരു വേലിയേറ്റ കാലമാണ്. പെരിമെനോപോസ് എന്ന ഘട്ടത്തിലൂടെയാണ് പല സ്ത്രീകളും ഈ പ്രായത്തിൽ കടന്നു പോകുന്നത്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീര താപനിലയിൽ മാറ്റം വരുത്തുക, അകാരണമായ ദേഷ്യം, വിഷാദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. പുരുഷന്മാരിലും ടെസ്റ്റോസ്റ്റിറോൺ അളവിൽ കുറവുണ്ടാകുന്നത് ഊർജ്ജക്കുറവിനും മസിലുകളുടെ ബലക്കുറവിനും കാരണമാകാം. ചുരുക്കത്തിൽ മനസ്സാഗ്രഹിക്കുന്ന വേഗത്തിൽ ശരീരം ചലിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശരീരം ആഗ്രഹിക്കുന്ന വിശ്രമം മനസ്സ് അനുവദിക്കാത്ത അവസ്ഥ. ഇതാണ് 40കളിലെ പ്രതിസന്ധി. ഇതൊക്കെ കേൾക്കുമ്പോൾ 40കൾ എന്നത് ഭയപ്പെടേണ്ട ഒരു കാലമാണെന്ന് തോന്നാം. എന്നാൽ ഈ മാറ്റങ്ങൾ ശരീരത്തിൽ നാശത്തിലല്ല, മറിച്ച് പുതിയൊരു ഘട്ടത്തിലേക്കുള്ള പരിണാമത്തിനാണ് വഴിയൊരുക്കുന്നത് എന്നതാണ് സത്യം.
ഗവേഷകർ പറയുന്നത് 40കളിലെ ഈ പ്രക്ഷുബ്ധമായ അവസ്ഥ 60കളിൽ എത്തുന്നതോടെ ശാന്തമാകും എന്നാണ്. 60കളിൽ ഒരു തരത്തിൽ രണ്ടാം യൗവനം പോലെയാണ്. കരിയറിലെയും കുടുംബത്തിലെയും വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പലരും മോചിതരാകും. മക്കൾ മുതിർന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നതോടെ മാതാപിതാക്കൾക്ക് വീണ്ടും സ്വന്തം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നു. 60കളിൽ എത്തുമ്പോൾ ജീവിതത്തിൽ ഒരുതരം സ്ഥിരത കൈവരികയാണ്. 40കളിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ കുറയുകയും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ മനസ്സ് പാകപ്പെടുകയും ചെയ്യുന്നു. ഹാപ്പിനെസ് യു കർവ് എന്നൊരു സിദ്ധാന്തം തന്നെ മനഃശാസ്ത്രത്തിലുണ്ട്. അതായത് 20കളിൽ സന്തോഷം കൂടുതലായിരിക്കും, അത് കുറഞ്ഞ് ഏറ്റവും താഴെ എത്തുന്ന ബിന്ദു 40കളാണ്. എന്നാൽ അവിടുന്ന് അത് വീണ്ടും മുകളിലേക്ക് ഉയർന്ന് 60കളിലും 70കളിലും സന്തോഷം തിരികെ വരുന്നു. 40കൾ ഒരു ദുരന്തമാകാതിരിക്കാൻ നമുക്ക് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്താം. പ്രായം കൂടുന്തോറും പേശികളുടെയും എല്ലുകളുടെയും ബലം കുറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് തടയാൻ 40കളിൽ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ആരംഭിക്കുന്നത് ഗുണം ചെയ്യും. ജിമ്മിൽ പോയി ഭാരമെടുക്കുന്നതോ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ വ്യായാമങ്ങളോ ശീലമാക്കാം. ഇത് ശരീരത്തിന് ചലനാത്മകത നൽകുകയും വാർദ്ധക്യകാലത്തെ വീഴ്ചകളിൽ നിന്നും ഒടിവുകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്. 20കളിൽ കഴിച്ച അതേ അളവിൽ ഭക്ഷണം 40കളിൽ കഴിക്കുന്നത് അമിതവണ്ണത്തിനും പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകും. കാരണം ഈ പ്രായത്തിൽ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങളുടെ വേഗത കുറയുന്നു. അതിനാൽ പോഷക ഗുണമുള്ള ഭക്ഷണം മിതമായ അളവിൽ കഴിക്കുകയും കൃത്യമായ വ്യായാമം ഉറപ്പാക്കുകയും വേണം. മാനസികാരോഗ്യം നിലനിർത്താൻ ധ്യാനം, യോഗ അല്ലെങ്കിൽ ഹോബികൾ എന്നിവയിൽ ഏർപ്പെടുന്നതും ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ സഹായിക്കും. ചുരുക്കത്തിൽ 40കൾ എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് തിരിച്ചറിവോടെ നേരിടേണ്ട ഒന്നാണ്. യുവത്വത്തിൻ്റെ തിളക്കം മായുന്നതും വാർദ്ധക്യത്തിൻ്റെ ശാന്തതയിലേക്ക് എത്തുന്നതും തമ്മിലുള്ള പാലമാണ് ഈ കാലഘട്ടം. ആ പാലം കടക്കുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കങ്ങൾ സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കി ശരീരത്തെയും മനസ്സിനെയും അതിനനുസരിച്ച് പാകപ്പെടുത്തിയാൽ 40കളും മനോഹരമായ ഒരു വസന്തകാലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഓർക്കുക, 40കളിലെ മാറ്റം നാശത്തിനല്ല, വരാനിരിക്കുന്ന സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരുക്കമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.